ഗിരി, അറിയില്ല, ഇവനെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. മുഖം ഒന്ന് കാണട്ടെ. മര്യാദക്ക് എന്നെ വെറുതെ വിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ എല്ലാത്തിനും തൊപ്പി നിർപ്പിക്കും. മിണ്ടാതിരിക്കണം. നടു റോട്ടിലിട്ട് ഗുരുത്തരെ കൊല്ലാൻ നോക്കിയതും പോരാ, നിന്ന് ഡയലോഗ് അടിക്കണം. ഗിരീട്ടാ, എന്തെങ്കിലും പറ്റിയോ? പേടിക്കണ്ട. ഈ നന്ദിയില്ലാത്തവന് വേണ്ടിയാണ് നീ ജയിലിൽ പോകാൻ വരെ തയ്യാറായത്. ഇനിയെങ്കിലും ചെയ്ത തെറ്റിന്നൊരു പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ നീ ഒരു മണ്ടനാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. മഞ്ജു, നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? വാ, കേറി നമുക്ക് പോവാം. ഗിരീട്ടൻ വീട്ടിലേക്ക് പൊയ്ക്കോ. എനിക്ക് കുറച്ചും കൂടി ഡ്യൂട്ടി ഉണ്ട്. ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ നേരം ഡ്യൂട്ടി ചെയ്യാൻ തീരുമാനിച്ചു. ഓ അയ്യോ മോനെ, അയ്യോ എന്തു പറ്റി സഞ്ജു മോനെ? മോനോ? തനിക്ക് എപ്പോഴാണോ ഇങ്ങനെ ഒരു മോനുണ്ടായത്? സാർ എന്ത് കണ്ടിട്ട് ഇവനിങ്ങനെ അറസ്റ്റ് ചെയ്യണേ? വെറുതെ ഇവൾക്കുള്ള വൈരാഗ്യത്തിന്റെ പുറത്തെ ഓരോന്ന് എടുത്തിയാടി ചെയ്യാൻ നിന്നാ ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും. എന്റെ ഭർത്താവിനെ നടു റോഡിലിട്ട് കൊല്ലാൻ നോക്കിയവനാ ഇവൻ. അത് കൈയോടെ പൊക്കിയിട്ടാ ഇവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്. സാറ് വിചാരിച്ചാലൊന്നും ഈ കേസിൽ നിന്ന് സഞ്ജയനെ ഊരിയെടുക്കാൻ പറ്റില്ല. ഇയാളോടൊക്കെ സംസാരിച്ച് എന്തിനാ മോളെ സമയം കളയുന്നത്? ഇവനെ തൂക്കിയെടുത്ത് സെല്ലിലിട്. മഞ്ജു വേണ്ട, പറയണേക്ക് ഇത് പ്രശ്നമാണ്. സാറേ, ഇത് വലിയ പ്രശ്നമാവേ. ഗോപാൽജി ഇതെല്ലാം അറിഞ്ഞാലേ എന്താ സംഭവിക്കാന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ചിന്തിക്കുന്നില്ല. ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തിനാടോ വെറുതെ കഷ്ടപ്പെട്ട് ചിന്തിക്കണത്? അതങ്ങോട്ട് വിട്ടുകളഞ്ഞാ പോരെ? സാറേ, ഇതിങ്ങനെ തമാശ കളിക്കാൻ പറ്റുന്ന വിഷയമല്ല. എടോ, പോലീസുകാർക്ക് സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ യൂണിഫോം ഇട്ട് നടക്കുന്നതിൽ വല്ല കാര്യമുണ്ടോടോ? ഇയാള് മാത്രമല്ലല്ലോ വലിയ കുടുംബസ്ഥ. എടോ, താനീ കാണിക്കുന്ന ഷോയൊക്കെ തീരും. ഞാൻ എന്റെ ഡാഡി ഒന്ന് വിളിച്ചാ മതി. താൻ നാളെ ആ കസേരെ കാണില്ല, മനസ്സിലാണോ? ബിസ്കുട്ടാ, ആ CCTV അങ്ങ് ഓഫ് ചെയ്തേ. മോളെ, നിനക്ക് നിന്റെ ഭർത്താവിനോട് തീരെ സ്നേഹമില്ലെന്ന് തോന്നണു. പിന്നെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ച ഒരുത്തനെ കൈ കിട്ടിയ പെരുമാറുന്നത് പോലെയാണോ നീ പെരുമാറിയത്? ഗിരിയോട് ഇത്ര സ്നേഹമുള്ളൂ? ഫ്രണ്ട്സ്, ഒന്നും അറിയുന്നേ. ഈ രാത്രി ഇവ മറക്കരുത്. സർ, വേണ്ടെന്ന് പറഞ്ഞ സാറേ, ഇത് നിയമവിരുദ്ധമാണ്. 3ാം മുറ പാടില്ലെന്ന് നമുക്ക് സർക്കാരിന്റെ വക സർക്കുലർ ഉള്ളതാ. ആണോ? സെല്ലിൽ ഒരു പണക്കാരൻ കിടക്കുമ്പോ മാത്രല്ലേ തനിക്ക് ബോധമൊക്കെ ഉള്ളൂ? കഴിഞ്ഞ ആഴ്ച ചീട്ട് കളിച്ച് പിടിച്ചൊരുത്തനെ താനല്ലേ ഇടിച്ച് ഇഞ്ച പരിവാക്കിയത്. അതുകൊണ്ട് താൻ എന്നെ നിയമമൊന്നും പഠിപ്പിക്കണ്ട. മോളെ, ഇവന്റെ നിലവിളി എന്റെ ക്യാബിനിൽ കേൾക്കണം. യെസ് സർ.
വേണ്ട